ചോദിച്ചു, എനിക്കൊരു അമ്മയെ വേണം. ദൈവം പറഞ്ഞു, നീ കരയുക. കാരണം ഒരായുസിൻ്റെ മുഴുവൻ കണ്ണുനീര് ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഒരമ്മ ഉണ്ടാകുന്നത്. ഇത് ഒരു എഴുത്തുകാരൻ്റെ ഭാവനയാണെങ്കിലും ഇവിടെ ഇതിന് പ്രസക്തിയുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിനായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും എന്നും എപ്പോഴും സഹായമായിരിക്കുന്ന പരിശുദ്ധ അമ്മയോടൊപ്പം അല്പസമയം നമുക്കായിരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നത് ഈ അമ്മയെ തന്നെയാണ്. ഒരു ഭവനത്തിൻ്റെ കണ്ണുനീരിൽ, വേദനയിൽ അവരോടൊപ്പമായിരുന്ന് ആ വേദനയെ ആനന്ദകരമാക്കുന്ന ഒരമ്മ. ആ ഭവനത്തിലുള്ളവർക്ക് വരാമായിരുന്ന അപമാനങ്ങളിൽ നിന്നും പരിഹാസങ്ങളിൽ നിന്നും അമ്മയുടെ ഇടപെടൽ മൂലം അത്ഭുതവും ആനന്ദവും നിറഞ്ഞതാകുന്നു. അവരാവശ്യപ്പെടുന്നതിന് മുൻപേ, അവരറിയുന്നതിന് മുൻപേ അവരെ സഹായിക്കുന്ന ഒരമ്മയുടെ മനസ്സ്. ഈ തിരുവചന ഭാഗത്തിലേക്ക് പിന്തിരിയുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മകനെ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ കുറവിനെ ഏറ്റുപറയുന്നത്. 2, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ ഒരനുസരണവും വ്യക്തമാകുന്നു. ഈ 2 കാര്യങ്ങളിലും അടങ്ങിയിരിക്കുന്നത് ആഴി പോലെ അഗാധമായ ചിന്തകളും ഭാവനകളുമാണെങ്കിലും അതിനപ്പുറമുള്ള ഒരു ദൈവീകതയാണ് അമ്മയിലൂടെ നാം മനസ്സിലാക്കുന്നത്. പരിശുദ്ധ അമ്മ ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ അവകാശമാണ്, നിത്യമായ സഹായവുമാണ്. നമ്മുടെ ഇല്ലായ്മയെ, കുറവുകളെ അമ്മയുടെ മുൻപിൽ നിരത്തി വയ്ക്കുവാനുള്ള ഒരു എളിമ നാം കാട്ടിയാൽ അമ്മ നമുക്ക് പുത്രനിൽ നിന്ന് രക്ഷ നേടിത്തരും. നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ അത്ഭുതമാക്കി മാറ്റുകയും ചെയ്യും. ഉള്ളു നിറയെ വേദന അനുഭവിച്ചവർക്ക് മാത്രമേ ഒറ്റപ്പെടലിൻ്റെയും പരിഹാസത്തിൻ്റെയും വേദന മനസ്സിലാക്കുകയുള്ളൂ. അതാണ് അമ്മ ആ ഭവനത്തിൽ ചെയ്യുന്നതും. ഒരമ്മയ്ക്കാണ് മക്കളുടെ ഏതു വേദനകളെയും അതേപടി പകർത്തിയെടുക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്നത്. അതുകൊണ്ടാണ് കാനായിലെ ആ ഭവനത്തിലെ കുറവിനെ അമ്മയ്ക്ക് പുത്രനിലൂടെ നിറവാക്കി മാറ്റാൻ കഴിഞ്ഞത്. ആരും പറയാതെ തന്നെ ആ ഭവനത്തിൻ്റെ സങ്കടാവസ്ഥ സ്വയം വായിച്ചെടുത്ത് അവരെ സഹായിക്കുന്നത്. നമ്മുടെ കൊച്ചു ജീവിതത്തിലും ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. ആ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നന്മയായി, സന്തോഷമായി, ഒരത്ഭുതമായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. വെള്ളം വീഞ്ഞായി മാറിയ ആ മുറ്റം മുതൽ കാൽവരി വരെ മകന് നിഴലായി പിന്നാലെ ഈ അമ്മയുണ്ടായിരുന്നു. അതെ, ആശ്വാസത്തിൻ്റെ ഒരു നോട്ടമായി, ശക്തിയായി. എന്നാൽ ദൈവഹിതം നിറവേറ്റുന്നതുവരെ ആ അമ്മ മൗനമായിരുന്നു. ആ മൗനമാണ് നമുക്ക് നിത്യസഹായമായി കൂടെയുള്ളത്. ഈ അമ്മയുടെ മകനായി, മകളായി നമുക്കും മാറാം. അമ്മയോട് ചേർന്ന് ഈ ജന്മപ്പെരുന്നാളിൽ നമുക്ക് ആത്മീയമായി ഒരുങ്ങാം. അമ്മയെന്ന നാമം ആഴിയോളം അഗാധമായ കാരുണ്യമാണ്, ഭൂമിയോളം പ്രായമുള്ള ക്ഷമയാണ്. നമ്മുടെ കൊച്ചു കൊച്ചു നന്മ പ്രവർത്തികളാൽ അമ്മയോടൊപ്പമായിരുന്ന് ലോകം മുഴുവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ സഹായമായി നമ്മളോട് കൂടെയുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളും ദുഃഖങ്ങളുമെല്ലാം സന്തോഷപ്രദമാക്കുവാൻ കഴിയും. പരസ്പരം സഹായങ്ങൾ ചെയ്തും നന്മകൾ ആശംസിച്ചും നമുക്ക് മുന്നോട്ട് നീങ്ങാം. അതായിരിക്കട്ടെ നമുക്ക് ഈ അമ്മയുടെ ജന്മപ്പെരുന്നാളിൽ നൽകുവാനിരിക്കുന്ന സ്നേഹസമ്മാനം. ആമേൻ.